നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് പോകേണ്ടത് ഇറാനിലേക്കാണ്. ഇറാനിൽ ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. ഇറാനിലെ പോർട്ടായിട്ടുള്ള ഷാഹിദ് റജൈരി പോർട്ടിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 14ഓളം പേർ മരിക്കുകയും ഏകദേശം 750ഓളം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാന് ഏകദേശം 1000 കിലോമീറ്ററോളം മാറി തെക്കോട്ട് മാറിയിട്ടാണ് ഈ ഒരു തുറമുഖമുള്ളത്. കെമിക്കൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു സംഭരണശാലയിലുണ്ടായ ഒരു തീപിടുത്തം, ഒരു ചെറിയൊരു തീപിടുത്തമായിരിക്കാം ഇത്തരം വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനത്തിലേക്ക് കലാശിച്ചത് എന്ന് നിഗമനങ്ങൾ വരുന്നുണ്ട്. ഇതായിരിക്കാം എന്ന രീതിയിലാണ് നിഗമനം വരുന്നത്. ഇത് ഉറപ്പിച്ചാരും ഇപ്പോൾ പറയുന്നില്ല. കാര്യം ഇത് സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം വന്നതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ പറയുന്നത് പുറത്തു നിന്ന് ആർക്കും ഇതിൻ്റെ അകത്ത് ഇതുവരെ പറയുന്നത് പുറത്തു നിന്നുള്ള ആരും ഇത്തരം ഒരു സ്ഫോടനത്തിന് കാരണമായിട്ടില്ല എന്നാണ്. അതിനാൽ തന്നെ ഇതൊരു പോർട്ടിലുണ്ടായ അപകടമായി മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ നിന്നാണ്. ഗസയിൽ ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തുടരെയുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു സോൾജറും IDFന്റെ ഒരു സോൾജറും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇസ്രയേലി സോൾജർ, IDF സോൾജർ. ഇദ്ദേഹം ഒരു പ്ലാറ്റൂൺ കമാൻഡറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു മരണം ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് വെള്ളിയാഴ്ച ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ 4 ഇസ്രയേലി സൈനികർക്കാണ് പരിക്ക് സംഭവിച്ചത്. ഇതിൽ ഒരു സൈനികന്റെ നില ഗുരുതരമാണെന്നും പറയപ്പെടുന്നു. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഹമാസും ഇസ്രയേലി സേനയും തമ്മിൽ വളരെയധികം ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ചർച്ചകളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെടിനിർത്തൽ അധികം താമസിയാതെ തന്നെ പ്രാബല്യത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലി എഴുത്തുകാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗിൽ കോപ്പറ്റ്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇയാൾ പറയുന്നത് ഗസയെ സഹായിക്കുന്നത് സ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് പോലെയാണ് എന്നാണ്. ഹോളോകോസ്റ്റിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റിലാണ് ഗിൽ കോർപ്പറ്റ്സ് പാലസ്തീനികളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഗസയിലേക്ക് സഹായം അയക്കുന്നത് സ്രാവുകളെ പോറ്റുന്നത് പോലെയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഒരു കാര്യം, ഈ ഗസയിലേക്ക് സഹായം അയക്കുന്നത് ഇസ്രയേൽ മാത്രമല്ല, നിരവധി രാജ്യങ്ങൾ ഗസയിലേക്ക് സഹായം അയക്കുന്നുണ്ട്. അതിൽ നിരവധി രാജ്യങ്ങൾ, ഈ ലോകരാജ്യങ്ങളിൽ തന്നെ എത്രയോ രാജ്യങ്ങൾ അയക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെയധികം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരം വാക്കുകൾ ഓൺലൈനും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തത്തിലും വളരെയധികം പ്രതിഷേധത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇത്രയധികം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയൂ? മനുഷ്യത്വമുള്ള ലിബറൽ എന്നാണ് അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി ഗാലന്റിനും ICC ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇവർ രണ്ടുപേരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് വാറന്റ്, ഇന്റർനാഷണൽ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഒരു രാജ്യത്ത്, ഇവരേത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്ത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇത്തരം അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ICC ഇപ്പോൾ പറയുന്നത് ഈ ഒരു അറസ്റ്റ് വാറന്റ് തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഇത്തരമൊരു തീരുമാനം, ICCയുടെ ഇത്തരമൊരു തീരുമാനം ഇസ്രയേലിനെ സംബന്ധിച്ച് വൻ നിരാശയാണ് സമ്മാനിക്കുന്നത്. നെതന്യാഹുവിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത്തരമൊരു വിധി തീർച്ചയായിട്ടും അപലപനീയമാണ് എന്നാണ്.